പാർട്ടിയിലേക്ക് പോവുകയാണ്. PV അൻവറിനെ എങ്ങനെയാണ് CPIM നേരിടാൻ പോകുന്നത്? PV അൻവറിന്റെ തട്ടകത്തിൽ തന്നെ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് CPIM. രാഷ്ട്രീയ വിശദീകരണ യോഗം അല്പസമയത്തിനകം നിലമ്പൂർ ചന്തക്കുന്നിൽ നടക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. KT ജലീൽ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ചന്തക്കുന്നിൽ നിന്ന് അഷ്കർ അലി കരിമ്പ ചേരുന്നു. അഷ്കർ, PV അൻവറിന്റെ ഇന്നലത്തെ പരിപാടി നമ്മൾ കണ്ടതാണ്. വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതേ നാണയത്തിൽ മറുപടി നൽകുക എന്നതാണോ CPIM ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലാണ് ഇത്തരത്തിൽ മലബാറിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടാൻ CPIM പോകുന്നത്? വിനിത, എങ്ങനെയാണോ PV അൻവർ പാർട്ടിക്ക് മേലൊരു കടന്നാക്രമണം നടത്തിയതിന് അതേ ഭാഷയിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്നതാണ് CPM സ്വീകരിക്കുന്നത് ശൈലി. ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് തന്നെ PV അൻവർ നേരത്തെ നിലമ്പൂർ ചന്തക്കുന്നിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതേ ഗ്രൗണ്ടിൽ അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ CPM രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ പ്രവർത്തകർ ഈ വേദിയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ പാർട്ടിയാണ് വലുത്, PV അൻവർ എന്ന വ്യക്തിയല്ല, പാർട്ടിയാണ് വലുത് എന്നുള്ള പ്രമേയം അത് പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം വൈകുന്നേരം 6 മണിയോടെയാണ് പരിപാടി ആരംഭിക്കുക. ഇപ്പോൾ തന്നെ ഇവിടേക്ക് പ്രവർത്തകരടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഉണ്ട്. എന്താണ് ഇപ്പോൾ PV അൻവറിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം? അല്ല, PV അൻവറിനെ പ്രതിരോധിക്കാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ വിശ്വാസ്യതയും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. പാർട്ടിക്ക് പ്രതിരോധിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഈ PV അൻവർ പറയുന്നത് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം തന്നോടൊപ്പമുണ്ട്, ഇല്ലെങ്കിൽ തൻ്റെ പരിപാടിയിലേക്ക് പാർട്ടി പ്രവർത്തകരടക്കമുള്ളവർ വരുന്നുണ്ട്, അത്തരത്തിൽ വലിയ വിഭാഗമുണ്ട് എന്നുള്ളതാണ്. എന്താണ് അതിൽ പാർട്ടിയുടെ ഉടനെ? അല്ല, അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹിക്കാൻ അവകാശമുണ്ടല്ലോ. അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ട് പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകില്ലല്ലോ. അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. പാർട്ടിയിൽ നിന്ന് അങ്ങനെ ആളുകൾ പോയിട്ടില്ല, പോകുന്ന പ്രശ്നമില്ല. ഈ PV അൻവറിനെ അൻവർ ഉന്നയിക്കുന്ന അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അൻവറിൻ്റെ രീതിയിലല്ല, പാർട്ടിയുടെ രീതിയിലുള്ള പ്രതിരോധമാണ്. പാർട്ടി കാര്യങ്ങൾ ജനങ്ങളെ വസ്തുതകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ രീതി. ആ രീതിയാണ് പാർട്ടി ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഈ ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത്? പ്രധാനം ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അൻവർ പാർട്ടിക്കെതിരെ ഉന്നയിച്ചുള്ള ആക്ഷേപങ്ങൾ, അതിനിപ്പോൾ നേരത്തെ ഞങ്ങൾ മറുപടി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്കുള്ള മറുപടി സ്വാഭാവികമായിട്ടും പറയും. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയും. ഇന്ന് പലസ്തീൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ യുദ്ധവിരുദ്ധ റാലിയായിട്ട് ആചരിക്കുന്നതാണ്, അത് സംബന്ധിച്ച കാര്യങ്ങൾ പറയും. ഇങ്ങനെയുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ വിശദീകരണം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 തവണ നിലമ്പൂരിൽ MLA PV അൻവർ വിജയിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിലമ്പൂരിലെ പാർട്ടി ഇത് PV അൻവറിൻ്റെ ഈ സാഹചര്യം ബാധിക്കുമോ? അല്ല, നിലമ്പൂരിൽ അദ്ദേഹം MLA ആയ സന്ദർഭത്തിൽ അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിച്ച പാർട്ടിയാണ് നിലമ്പൂരിലെ പാർട്ടി. അദ്ദേഹത്തെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്ത പാർട്ടിയാണ്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. അത് പാർട്ടിക്ക് അത് പ്രതിരോധിക്കാനുള്ള എല്ലാ വഴികളും അറിയാം. പാർട്ടി ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഒരു ആശങ്കയുമില്ല പാർട്ടി? ഒരാശങ്കയുമില്ല. വിനീത, ഇത് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലുമുള്ള ആശങ്കയും ഇല്ല എന്നുള്ളതാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി താഴെ തട്ട് മുതൽ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് ഈ പരിപാടി വലിയ വിജയമാക്കാൻ തന്നെയാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ശക്തമായ പ്രചാരണം പാർട്ടി നടത്തുകയും ചെയ്യുന്നുണ്ട്. PV അൻവറിന് ഒപ്പം പാർട്ടിയിൽ ആരും പോയിട്ടില്ലെങ്കിൽ PV അൻവർ എന്ന വ്യക്തി മാത്രമാണ് പാർട്ടി വിട്ടത് എന്നുള്ള നിലപാടിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പ്രവർത്തകരൊക്കെ ഉണ്ട്. എന്താണ് ഇപ്പോൾ ഇത്തരം ഒരു പരിപാടിയിലേക്ക് എത്താൻ കാരണം? എന്താണ് ഞങ്ങളെത്താൻ കാരണം PV അൻവറിൻ്റെ നിലപാട് തന്നെയാണ് ഞങ്ങളെത്താൻ കാരണം. ഞങ്ങൾ പെരിന്തൽമണ്ണെന്നാണ് വരുന്നത്. PV അൻവറിൻ്റെ പരാതി കൊടുത്തിട്ട് അതിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കാൻ പറ്റാതെ PV അൻവറിൻ്റേതായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പൊതുവേദിയിൽ അൻവർ എടുത്തുചാടി എന്നുള്ളതാണോ? അൻവർ എടുത്തുചാടി തന്നെയാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് നിങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്തില്ലേ ADGP മാറ്റി എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്തില്ലേ? നിങ്ങളൊക്കെ അതുപോലെ എത്തിയതാണ്? എന്താണ് അതുപോലെ തന്നെ എത്തിയതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ തന്നെയൊക്കെ പെരുന്തമണ്ണെന്ന് വന്നതാണ്. ഈ ഒരു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പൊതുവേദിയിൽ ഇത് ഒരു വിശദീകരണം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരി, പാർട്ടിയാണ്. ശരി, പാർട്ടിയാണ്, ഞങ്ങൾക്ക് പാർട്ടിയാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇത് കൊടി പിടിച്ച് കയറി വന്ന ആളാണ്. എനിക്ക് ഇപ്പോൾ 19 വയസ്സ് കഴിഞ്ഞു. ഞാൻ ചെറുപ്പം മുതലേ ഇതൊക്കെ ഈ ഒരു കൊടി പിടിച്ച് വന്ന ആളാണ്. ഈ അൻവറല്ല വലുത്, പാർട്ടിയാണ് വലുത്. വിനിത, അതേ സ്വരം തന്നെയാണ്. അൻവറല്ല വലുത്, പാർട്ടിയാണ് വലുത്. പാർട്ടിക്കൊപ്പമാണ് നിലപാട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇവിടെ എത്തുന്ന ആൾക്കൂട്ടവും പറയുന്നത്. വിനീത, ശരി. ഏതായാലും മലപ്പുറം ചന്തക്കുന്നിൽ അല്പസമയത്തിനകം തന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. നമുക്കതിലേക്ക് നേതാക്കളുടെ പ്രസംഗത്തിലേക്ക് ഉൾപ്പെടെ തിരിച്ചെത്തണം.